ഞാൻ ചിന്നക്കട ഫ്രൂട്ട്സ് കച്ചവടമായിരുന്നു. ആ സമയത്തൊക്കെ ഈ രോഗികൾക്കൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ 50 രൂപ 100 രൂപയുടെ ഫ്രൂട്ട്സ് ഒക്കെ ആ സമയം കൊടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ കച്ചവടം നിർത്തിയതിനു ശേഷം ഒരു ആട്ടോ എടുത്തിട്ട് ഓടാൻ തുടങ്ങി. അന്നേരം ആ പഴയ പരിചയക്കാരൊക്കെ നോക്കാറുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് ഓട്ടോ ഒക്കെ വിട്ടായിരുന്നു. ഇപ്പം ഞാൻ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ഓട്ടോ എന്നൊരു ബാക്കിൽ ഒരു ബോർഡ് വെച്ച് ഓടുന്നുണ്ട്. ഒരുപാട് ഓട്ടോ ഓടുന്നുണ്ട്. ചില സമയമാണെങ്കിൽ വണ്ടി വാടക പോലും കിട്ടാൻ രീതിയിലാണ് ഓട്ടോ ഓടുന്നത്. വാടകയ്ക്ക് ഓടുന്ന വണ്ടിയാ, ചില സമയം വണ്ടി വാടക പോലും കിട്ടത്തില്ല. 100-ൽ പരം ഓട്ടോ ഓടിയിട്ടുണ്ട്. പിന്നെ വീട്ടിന്റെ അടുത്തുനിന്ന് അവിടുന്ന് ആശുപത്രി പോയിട്ട് വന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ആഹാരം ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കും. പക്ഷെ അവർ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ. ഒരു പേഷ്യന്റിനെ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അത് ചേട്ടാ പതുക്കെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ കൊണ്ടുപോകുന്നത്. ഒരുപാട് പേർക്ക് ആവുന്നുണ്ട്. ഒരുപാട് പേരെ നമ്മളെ നമ്പരും ഉണ്ട്. ചില ഏരിയയിലോട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ബാക്കിലത്തെ ബോർഡ് കണ്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുക അപ്പുറത്തെ ഒരു പേഷ്യന്റ് ഉണ്ട്, നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരുപാട് നമ്പറുകൾ കിടപ്പുണ്ട്. സ്റ്റാൻഡിൽ കൊണ്ടിരുന്നുണ്ട്. സ്റ്റാൻഡിൽ നമുക്ക് അടുത്ത ഓട്ടോ എത്താറാവുന്ന സമയം നോക്കി ഇവര് വിളിക്കും മിക്ക ദിവസങ്ങളും. അതുകൊണ്ട് മിക്ക ദിവസങ്ങളും കറങ്ങാൻ ആ സമയമുള്ളൂ. ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് നമുക്കൊരു ഓട്ടം കിട്ടുന്ന അടുത്തൊരു വിളി വരിക. RCC പോയിട്ട് വരുന്നവർക്ക് വിശക്കെന്ന് പറയാൻ നമ്മൾ പറയും, ചേട്ടാ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. തുച്ഛമായ ആൾക്കാരൊക്കെ ഊണ് മേടിക്കട്ടെ, അവർക്ക് പഴംപൊരിയും ചായയും മതി എന്ന് പറയും. ലഘുഭക്ഷണം എന്തെങ്കിലും മതി എന്ന് പറയും. കൊല്ലം ചിന്നക്കട തണൽ കൂട്ടായ്മയുടെ സെക്രട്ടറിയും കൂടെയാണ്. അന്നേരം അത് 2018 ആരംഭിച്ച തണൽ കൂട്ടായ്മയിൽ സെക്രട്ടറി ആയിട്ട് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇച്ചിരി ഡിമ്മായി. കമ്മിറ്റി കൂടുന്നത് അതിനെ കുറിച്ച് ചർച്ചകളൊന്നും വരുന്നില്ല. കമ്മിറ്റി കൂടാന്ന് പറയും. നമ്മൾ ബീച്ചിൽ വെച്ചായിരുന്നു ഈ ഉദ്ഘാടനമൊക്കെ ചെയ്ത്. അന്ന് തന്നെ 10-35 ക്യാൻസർ രോഗിക്ക് നമ്മൾ ചെറിയ ധനസഹായമൊക്കെ ചെയ്താണ് ഈ തണൽ കൂട്ടായ്മ മുമ്പോട്ട് പോയത്. ഇപ്പൊ പിന്നെ ആ ഒരു ആട്ടയിൽ കഴിച്ച് ഇവർക്ക് നമ്മളെ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും ചിലർ കാശ് വേണം. നമ്മളവരെ കാണുന്നല്ല, നമ്മൾ പൈസ വയ്ക്കാൻ തോന്നത്തില്ല. പിന്നെ പോകുമ്പോഴും കറക്റ്റായിട്ട് ഞാനും മാസ്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അവർക്ക് എവിടെ താല്പര്യം അവിടെ കൊണ്ടുപോകും. ഇപ്പൊ ചിന്നക്കട റെയിൽവേ സ്റ്റേഷന് വന്നിരുന്നവരെ ചിലപ്പോൾ ശക്തിയുള്ളവരെ കൊണ്ടിറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് ഇറക്കും. ഈ ഇറക്കുന്ന അവർ ബസ്സിൽ ട്രെയിനിലൊക്കെ ക്ഷീണിച്ചു വരുന്നത്. നമുക്കത് അറിയാവുന്നതുകൊണ്ട് ചായക്കടയിൽ കൊണ്ട് നിർത്തി ചേട്ടാ ചായ കുടി ചേട്ടാന്ന് പറയും. ചിലപ്പോൾ 2 പേര് കാണും, ചിലപ്പോൾ 3 പേര് കാണും. അവർക്ക് നമ്മൾ ചായ മേടിച്ചു കൊടുക്കും. ചില സമയമൊക്കെ അവർ ഊണും മിക്കവാറും ഉള്ളവർ വേണ്ടെന്നേ പറയുന്നുള്ളൂ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ചായയും കടിയൊക്കെ മേടിച്ചു കൊടുക്കും. ഇപ്പം 10-35ഓളം കസ്റ്റമറായി. എനിക്ക് 10-35ഓളം ആൾക്കാരായി വീട്ടിൽ കൊണ്ടുവരാൻ. പിന്നെ ഈ അടുത്ത് ഈ മഴ സമയത്ത് അവരെ മക്കളെ 2-3 ട്രിപ്പ് വീട്ടിൽ കൊണ്ടാക്കേണ്ട വന്നു. ചേട്ടാ ഈ പിള്ളേരെ ഒന്ന് വീട്ടിലോട്ടാക്കും, ഭയങ്കര മഴയെന്ന് പറഞ്ഞു. അങ്ങനെ കോളുകളൊക്കെ വരുന്നുണ്ട്. നമ്മള് പാരിപ്പള്ളിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയില് പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. പിന്നെ മിക്കവാറും 18 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ടൈറ്റാനിയത്ത് പോയിട്ടുണ്ട്, കരുനാപ്പള്ളി പോയിട്ടുണ്ട്, ആലിങ്കടവ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ വീട് എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും. മരത്തടി തന്നെ 1-2 അടുത്തുണ്ട്. ഉളിയക്കോവില് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോൺ നമ്പറോ ഫോട്ടോ ഒന്നും നമ്മളെ ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടില്ല, അത് ഇട്ട് കൊടുക്കത്തില്ല. അവരുടെ ഒരു സൽക്കർമ്മം മറ്റാരും അറിയരുതെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാലും അത് വെളിയിൽ പുറത്തൊക്കെ അറിഞ്ഞു പോകും. അവരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ഒരു കാരണത്തിൽ നമ്മളെ കൊല്ലം ജില്ലയിൽ എവിടെ വേണേലും നമ്മൾ കൊണ്ടുപോകും. പിന്നെ ഈ റോഡിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ദൂര ഓട്ടങ്ങളൊന്നും പോകാത്തത്.